ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ മലയാളം ആൻഡ് ഹോളിവുഡ് മൂവീസ് മാറി മാറി വീഡിയോസ് ചെയ്യല്ലേ കുറച്ച് നാളായിട്ട്. എന്നാൽ ഇന്ത്യയിൽ ഇന്നിപ്പോൾ ഏറ്റവും മികച്ച എക്സ്പെരിമെന്റൽ മൂവീസ് ആയാലും കമേഴ്ഷ്യൽ മൂവീസ് ആയാലും ഒക്കെ പറ്റാവുന്ന അത്ര ജോണേഴ്സിൽ കൈവച്ച് പുതിയ പുതിയ മികച്ച ഡയറക്ടേഴ്സ് നല്ല കോണ്ടന്റ് ഉള്ള സിനിമകൾ ഇറക്കുന്ന തമിഴ് ഇൻഡസ്ട്രി ശ്രദ്ധിക്കപ്പെടാതെ പോകരുതല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് അണ്ടർ റേറ്റഡ് തമിഴ് ക്രൈം മൂവീസ് നോക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, 5 അണ്ടർ റേറ്റഡ് തമിഴ് ക്രൈം മൂവീസ്. ഇവ പക്ഷേ റിലീസ് ടൈമിൽ സ്വീകരിക്കപ്പെടാതെ പോയ ചിത്രങ്ങളൊന്നും അല്ല കേട്ടോ. തമിഴ്നാട്ടിൽ റിലീസ് ചെയ്ത് അവിടെ അത്യാവശ്യം പ്രേക്ഷക ശ്രദ്ധ കിട്ടിയവയാണ്. അതിൽ തന്നെ ചിലത് പിന്നീട് ഒരു കൾട്ട് സ്റ്റേറ്റസ് കൈവരിച്ചിട്ടുമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് സിനിമ ഡിസ്കഷൻസ് നടത്തുമ്പോൾ അധികം പരാമർശിച്ച് കേൾക്കാറില്ല എന്നത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്രൈം കാറ്റഗറിയിൽ തന്നെ മിസ്റ്ററിയായും ത്രില്ലറായും അഡ്വഞ്ചറായും ഒരുക്കിയിട്ടുള്ള വ്യത്യസ്തമായ 5 സിനിമകളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 5th ഫിലിമിൽ തന്നെ തുടങ്ങിയേക്കാം. കഥ നടക്കുന്നത് ചെന്നൈയിലാണ്. അവിടെ ഹെവി വെഹിക്കിൾസ് മാനുഫാക്ചറർ ആയ വജ്ര മോട്ടോഴ്സിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റായി ജോലി ചെയ്യുകയാണ് തിരുമാരൻ എന്ന തിരു. വജ്ര ഇപ്പൊ ലോകത്തെ ഏറ്റവും മൈലേജ് ലഭിക്കുന്ന ട്രക്കുകൾ നിർമ്മിച്ച് മാർക്കറ്റിൽ എത്തിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഓഹരി മൂല്യം വളരെ കൂടി നിൽക്കുകയും ഷെയർ മാർക്കറ്റിൽ അവർ ലാഭം കൊയ്യുകയുമാണ്. പക്ഷെ ഇതേ സമയം ഈ നിർമ്മിക്കുന്ന ട്രക്കുകളുടെ പൊല്യൂഷൻ ലെവൽസ് വളരെ അധികമാണെന്ന് മനസ്സിലാക്കുന്ന കമ്പനി സിഇഒ സ്ഥാപനത്തിലെ തൊഴിലാളികളും കമ്പനി ബോർഡ് മെമ്പേഴ്സും പോലും അറിയാതെ ഈ വിവരം കോൺഫിഡൻഷ്യലാക്കി വെക്കുന്നു. എന്നാൽ വൈകാതെ ഈ സത്യം പുറത്തു വരിക തന്നെ ചെയ്യുന്നു. ആൻഡ് അത് കമ്പനിക്ക് മൊത്തത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. തുടർന്ന് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന ആളെ കണ്ടെത്താൻ സിഇഒ ഒരു ക്രൂരനും സമർത്ഥനുമായ ഒരു എക്സ് കമാൻഡോ കൂടിയായ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ ചുമതലപ്പെടുത്തുന്നു. ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിന്റെ പിന്നീടുള്ള നീക്കങ്ങളും തിരു എന്ന കേന്ദ്ര കഥാപാത്രത്തിന് ഈ നടക്കുന്ന കാര്യങ്ങളുള്ള ഇൻവോൾവ്മെന്റ്, പിന്നെ ഇതിനൊക്കെ പുറകിലുള്ള കാരണങ്ങൾ, ഇവയെല്ലാം രസകരമായി അവതരിപ്പിച്ച് നമുക്ക് മുന്നിലേക്ക് എത്തിയ ചിത്രമാണ് 2022 ഉദയാനിധി സ്റ്റാലിനെ നായകനാക്കി മകൾ തിരുമേനി ഡയറക്ട് ചെയ്ത കലകത്തലവൻ എന്ന ക്രൈം ത്രില്ലർ ഫിലിം. ഒരു കോർപ്പറേറ്റ് വിസിൽ ബ്ലോവർ പ്രമേയം, അതിലേക്ക് എത്താനും അവിടെ നിന്ന് മുന്നോട്ട് കഥ പോകാനുമുള്ള സെറ്റിംഗ്സ്, പിന്നെ ഇത്തരം ഒരു സിനിമയ്ക്ക് വേണ്ട ക്യാറ്റ് ആൻഡ് മൗസ് സീക്വൻസസ്, രസകരമായ ഇന്റർവെൽ സീൻ, ആവശ്യത്തിന് ത്രില്ലിംഗ് ആയ ഇൻസിഡൻസ്, നന്നായി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ക്ലൈമാക്സ്, ഇങ്ങനെ ആകെ മൊത്തം റൈറ്റിംഗിൽ വളരെ ശ്രദ്ധ കൊടുത്തിട്ടുള്ള ചിത്രം തന്നെയാണ് കലകത്തലവൻ. ഇടയ്ക്ക് തിരികെ കയറ്റിയ മറ്റുള്ള റൊമാൻസ് പോർഷൻസ് മാത്രമാണ് ഒരു കല്ലുകടിയായി തോന്നിയേക്കാവുന്നത്. പിന്നെ മറ്റുള്ളവർ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ മുഖത്ത് അധികം ഭാവങ്ങൾ വരാത്ത ഒരാളെന്ന നിലയിലുള്ള ഉദയനിധിയുടെ ആവറേജ് പെർഫോമൻസ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് അഡിക്വേറ്റ് ആണെങ്കിലും സോങ്സ് വളരെ ആവറേജ് മാത്രമാണ്. പക്ഷേ ചിത്രത്തിന്റെ മൊത്തത്തിലുള്ള ആസ്വാദനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായും കണ്ടിരിക്കേണ്ട നല്ലൊരു തമിഴ് ക്രൈം സിനിമ എന്ന ലേബിൾ ധൈര്യമായി കൊടുക്കാം. കണ്ടിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി 4ാമത്തെ ചിത്രം നോക്കാം. ചെന്നൈയിലെ ആളൊഴിഞ്ഞ ഒരിടത്ത് വളരെ മൃഗീയമായ ഒരു കൊലപാതകം നടക്കുകയും മൃതദേഹം കത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അടുത്ത ദിവസം പ്രദേശവാസികൾ ബോഡി കണ്ടെത്തുകയും ക്രൈംബ്രാഞ്ച് DCP കാർത്തികേയന് കേസ് അന്വേഷണത്തിന്റെ ചുമതല ലഭിക്കുകയും ചെയ്യുന്നു. ശരീരം കത്തിക്കരിഞ്ഞതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ട ആൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പോലും പോലീസ് തുടക്കത്തിൽ പാടുപെടുന്നു. ഒടുവിൽ DCPയുടെ മിടുക്ക് കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ആളെ തിരിച്ചറിയുകയും കൊല നടത്തിയത് ഒരു ചെറുപ്പക്കാരിയും അവളുടെ അമ്മയും ചേർന്നാവാമെന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്യുന്നു. പക്ഷേ ഈ അവസരത്തിൽ അവരുടെ അയൽക്കാരനായ തീർത്തും വ്യത്യസ്തനായ പ്രഭാകരൻ എന്ന ചെറുപ്പക്കാരൻ കൊല നടത്തിയത് താനാണെന്ന് അവകാശപ്പെട്ട് മുന്നോട്ട് വരുന്നു. കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഐഡന്റിറ്റി, പിന്നെ ഫ്ലാഷ് ബാക്ക് സീനുകളിലൂടെ സസ്പെക്റ്റുകളുടെയും കുറ്റം ഏൽക്കാൻ വരുന്ന ആളുടെയും ഭൂതകാലങ്ങൾ, ഇവയൊക്കെയും സിനിമയുടെ പ്രധാന കാഴ്ചകളാണ്. 2012 റിലീസായ സൗത്ത് കൊറിയൻ ത്രില്ലർ ഫിലിം പെർഫെക്റ്റ് നമ്പറിന്റെ ഒരു അൺഒഫീഷ്യൽ റീമേക്ക് ആയിട്ടാണ് 2019 ആൻഡ്രൂ ലൂയിസ് സംവിധാനം ചെയ്ത കൊലകാരൻ എന്ന ഈ ക്രൈം ത്രില്ലർ ചിത്രം എത്തിയത്. അർജുൻ സർജ, വിജയ് ആന്റണി എന്നിവരുടെയും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചവരുടെയും ഗംഭീര പ്രകടനങ്ങളും പ്രശംസ അർഹിക്കുന്ന എഡിറ്റിംഗും സിനിമാറ്റോഗ്രഫിയും പിൻബലം നൽകുന്ന ചിത്രത്തിൽ ട്വിസ്റ്റുകളും പ്ലോട്ടിലെ വഴിത്തിരിവുകളും അൺഫോൾഡ് ചെയ്യുന്നതിലെ അവതരണവും നമ്മളെ പിടിച്ചിരുത്താൻ പോകുന്നതാണ്. 2 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള നല്ലൊരു പേസിൽ പോകുന്ന ഒരു ഡീസന്റ് മർഡർ മിസ്റ്ററി കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ ഇന്നത്തെ 3ാമത്തെ ചിത്രം നോക്കാം. ഒരു ക്രെഡിറ്റ് കാർഡ് കളക്ഷൻ ഏജന്റായി ജോലി നോക്കുന്നയാളാണ് രവി എന്ന ചെറുപ്പക്കാരൻ. രവിയുടെ കണ്ണുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് നിലവിൽ ഒരു കുഴലിലൂടെ നോക്കുമ്പോഴുള്ള കാഴ്ച മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, ടണൽ വിഷൻ എന്ന രോഗം. ഭാവിയിൽ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടേക്കാവുന്ന ഈ അസുഖത്തിന്റെ ചികിത്സ കണ്ണ് മാറ്റിവെക്കുക എന്നതാണ്. പക്ഷെ അതിന് ഏകദേശം 3 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് ഡോക്ടർ അറിയിക്കുന്നു. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട നിലയിലൊന്നും അല്ലാത്ത അയാൾ ഒരു ലോണിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അത് റിജക്ട് ചെയ്യപ്പെടുന്നു. നിറയെ ഫ്ളാറ്റുകളുള്ള ഒരു ഹൗസിംഗ് കോളനിയിലാണ് രവി താമസിക്കുന്നത്. ഫ്ളാറ്റിന് എതിർവശത്തായി ശ്വേത എന്നൊരു യുവതിയും താമസിക്കുന്നുണ്ട്. ആൻഡ് വളരെ ഔട്ട് ഗോയിങ് ആൻഡ് കെയർഫ്രീ ആയ അവർക്ക് സ്ഥിരമായി സന്ദർശകർ ഉണ്ടാകാറുണ്ട്. അതിൽ അവളുടെ ബോസായ വിജയ് പ്രകാശ്, ബോയ് ഫ്രണ്ട് എന്ന് തോന്നിക്കുന്ന അരുൺ എന്നിവരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ശ്വേതയുടെ ഫ്ളാറ്റിനുള്ളിൽ രവി വിറ്റ്നസ് ചെയ്യുന്ന ഒരു സംഭവം. തുടർന്ന് അതുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ആളിൽ നിന്നും ചികിത്സയ്ക്കുള്ള പൈസ ബ്ലാക്ക്മെയിൽ വഴി നേടിയെടുക്കാൻ അയാൾ നടത്തുന്ന ശ്രമങ്ങൾ, ഇതിലൊക്കെയുള്ള ട്വിസ്റ്റുകൾ, ഇങ്ങനെ മൊത്തത്തിൽ സംഭവ ബഹുലമായ കാഴ്ചകളാണ് M മണികണ്ഠന്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ കുറ്റമേ ദണ്ഡന എന്ന നിയോ നോയർ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ഫിലിം കാണിക്കുന്നത്.
ഫിയദോർ ദോസ്തോസ്കിയുടെ വിശ്വപ്രസിദ്ധമായ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന നോവലിനെ ബേസ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ വിദാർത്ഥ്, ഐശ്വര്യ രാജേഷ്, റഹ്മാൻ, ശ്രീനിഷ് അരവിന്ദ് എന്നിവരോടൊപ്പം നാസർ, ഗുരു സോമസുന്ദരം എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ലീഡ് ക്യാരക്ടറിന് ഒരു ഗ്രേ ഷെയ്ഡ് കൊടുക്കാനുള്ള മേക്കേഴ്സിന്റെ തീരുമാനത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള മികച്ച പ്രകടനമാണ് രവിയായി എത്തുന്ന വിദാർത്ഥിന്റേത്. ഒരു ക്രൈം മിസ്റ്ററി എന്നതിനോടൊപ്പം എക്സിസ്റ്റൻഷ്യലിസം, സോഷ്യൽ കമന്ററി എന്നീ മേഖലകൾ കൂടി അടങ്ങുന്ന നല്ലൊരു സ്ക്രിപ്റ്റ് വർക്കാണ് ചിത്രത്തിന്റേത്. എന്നാൽ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ ബ്രില്യന്റ് ആയ റൈറ്റിംഗും പെർഫെക്റ്റ് ആയ എക്സിക്യൂഷനും ഒത്തു വന്നിട്ടുള്ള ചിത്രത്തിന് വെറും 1.5 മണിക്കൂർ ദൈർഘ്യമേ ഉള്ളൂ. തീർച്ചയായും ഒന്ന് കണ്ടു നോക്കണം. നമുക്കപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോവാം. തഞ്ചാവൂർ കേന്ദ്രമാക്കി വിലപിടിച്ച വിഗ്രഹങ്ങളും മറ്റ് പുരാവസ്തുക്കളും ഒക്കെ സ്മഗിൾ ചെയ്ത് വിലസുന്ന ഒരു ലോക്കൽ ഡോണാണ് ഏകാംബരം. അയാളുടെ കുട്ടിക്കാലം മുതലെയുള്ള അടുത്ത സുഹൃത്തായ സുന്ദരം പുള്ളിയുടെ വിശ്വസ്തനായ തൊഴിലാളി കൂടെയാണ്. സുന്ദരത്തിന്റെ മകൻ കതിർ ഒരു ക്യാബ് ഡ്രൈവറും. ഒരിക്കലൊരു പ്രത്യേക സാഹചര്യത്തിൽ ക്യാബിലല്ലാതെ ബസ്സിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥയിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കതിർ ഒരു ബാഗുമായി വരുന്ന ഒരു വൃദ്ധനെ കാണുന്നു. സൈഡിൽ ഒരു കുരങ്ങന്റെ ചിത്രമുള്ള ബാഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതും മാറിപ്പോകാൻ സാധ്യത കുറവുള്ളതുമായ ഒരു ബാഗ്. കഥയിൽ ഒരു മുഖ്യ വേഷത്തിലെത്തുന്ന ഒരു മോഷ്ടാവ് ഈ ബാഗ് തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കതിർ ഇടപെട്ട് ബാഗ് വീണ്ടെടുക്കുന്നു. എന്നാൽ തിരിച്ചേൽപ്പിക്കാൻ ചെല്ലുമ്പോൾ ആ വൃദ്ധനെ കാണുന്നില്ല. തുടർന്ന് ബാഗിന്റെ ഓണറെ കണ്ടെത്താൻ കതിർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. എന്നാൽ അയാൾക്ക് അന്നേരം അറിയുമായിരുന്നില്ല ഒരു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തന്റെ അച്ഛൻ കൂടെ ഉൾപ്പെടുന്ന ഗുരുതരമായ കാര്യങ്ങൾ ഇതിനു പുറകിൽ നടക്കുന്നുണ്ടെന്ന്. പിന്നീട് നടക്കുന്നതും ഇതിനു മുമ്പ് നടന്നതുമായ കാര്യങ്ങൾ വളരെ ബ്രില്യന്റ് ആയ ഒരു നോൺ ലീനിയർ സ്ട്രക്ചറിൽ കൂട്ടിയോജിപ്പിച്ച് കാണിച്ചു തരുന്നുണ്ട് നിതിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത കുരങ്ങു ബൊമ്മ എന്ന 2017 ക്രൈം ത്രില്ലർ ചിത്രം. എത്ര പ്രശംസിച്ചാലും മതിവരാത്ത തരത്തിലുള്ള സ്ക്രീൻ പ്ലേ തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. സിനിമാറ്റിക് സ്റ്റുഡൻസിന് ഒരു സ്റ്റഡി മെറ്റീരിയലായി തന്നെ കണക്കാക്കാൻ പറ്റുന്ന തരത്തിൽ ഒന്നെന്ന് പറയാം. മാത്രമല്ല, കൺവെൻഷനലായി എടുക്കുന്ന സിനിമകളിൽ കാണിക്കാൻ മടിക്കുന്ന രീതിയിലുള്ള വളരെ ഡാർക്ക് ആൻഡ് ഡിസ്റ്റർബിംഗ് ആയ സിറ്റുവേഷൻസും സീൻസും ഒട്ടും ഒഴിച്ചു നിൽക്കാതെ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദാർത്ഥ് എന്ന നടൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയിൽ ഓരോ ആക്ടേഴ്സും അവരവരുടെ റോളുകളിൽ തിളങ്ങുമ്പോൾ ഭാരതി രാജയും മറ്റൊരു മെയിൻ റോൾ ചെയ്ത ഇലങ്കോ കുമാരവേലുമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതായി തോന്നിയത്. ബ്ലാക്ക് കോമഡീസ് ആണെങ്കിലും എൻജോയബിൾ ആയ ചില തമാശകളും ഒക്കെയായി മുന്നോട്ട് പോകുന്ന സിനിമ പെട്ടെന്ന് ഒരിടത്ത് എത്തുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വളരെ ഡാർക്ക് ആയ ഒരു റൂട്ട് പിടിക്കുന്നതുകൊണ്ട് തന്നെ തരള ഹൃദയർക്ക് പറ്റിയൊരു സിനിമയല്ലെന്ന് എടുത്തു തന്നെ പറയേണ്ടതുണ്ട്. ചിത്രത്തിന്റെ സംവിധായകൻ നിതിലന്റെ ഈ അടുത്തിറങ്ങിയ വിജയ് സേതുപതി ചിത്രം മഹാരാജ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മേക്കിംഗ് സ്റ്റൈലിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഇനി അതല്ലെങ്കിലും കുരങ്ങു ബൊമ്മ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആവശ്യമായ അളവിൽ മനക്കരുത്ത് ആർജിച്ച ശേഷം തന്നെ കാണണമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഇന്നത്തെ ഒന്നാമത്തെ ചിത്രം കൂടി നോക്കിയാലോ. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയ ചന്ദ്രു രാത്രിയിൽ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ വഴിയിൽ വെടിയേറ്റ് പരിക്കുകളായി കിടക്കുന്ന ഒരാളെ കാണുന്നു. മറ്റാരും സഹായിക്കാൻ തയ്യാറാക്കാത്ത അയാളെ ചന്ദ്രു ബൈക്കിൽ ഒരുവിധം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ടെങ്കിലും അവർ കേസ് ഏറ്റെടുക്കുന്നില്ല. പോലീസിൽ വിവരം അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുന്നില്ല. ഇനിയും വൈകിയാൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടും എന്നതിനാൽ ഒടുവിൽ തന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വയം സർജറി നടത്തി ചന്ദ്രു അയാളെ രക്ഷിക്കുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതായാണ് കാണിക്കുന്നത്. പിറ്റേന്ന് പോലീസ് വീട്ടിൽ എത്തുന്നതോടെയാണ് താൻ രക്ഷിച്ചത് പോലീസ് അന്വേഷിക്കുന്ന ഊൾഫ് എന്ന കൊടും കുറ്റവാളിയാണെന്ന് ചന്ദ്രുവും കുടുംബവും അറിയുന്നത്. അയാളെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് ആരോപിച്ച് ആ കുടുംബത്തെ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കുന്നു. ഊൾഫിനെ കണ്ടുപിടിക്കേണ്ടത് ചന്ദ്രുവിന്റെ കൂടെ ഉത്തരവാദിത്തമായി മാറുന്നു. തമിഴിൽ ചെന്നായ അഥവാ ഊൾഫിന് ഓന എന്നാ പറയുക. രക്ഷപ്പെട്ടു പോയ ഊൾഫും പിന്നെ ചന്ദ്രുവും കഥയുടെ ഭാഗമായ മറ്റൊരു ക്രിമിനലും പോലീസും എല്ലാം അടങ്ങുന്ന 2.5 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന അടിപൊളി ചേസിംഗ് ആണ് മിസ്കിൻ ഡിറ്റക്ടോറിയലായി 2013 ഓനായും ആട്ടിൻകുട്ടിയും എന്ന ഡിയോ നോയർ ക്രൈം ത്രില്ലർ ഫിലിമിൽ കാണുന്നത്. തമിഴ് മൂവീസ് ആൻഡ് വെറൈറ്റി മൂവീസ് ഫോളോ ചെയ്യുന്നവർക്ക് മിഷ്കിൻ എന്ന പേര് കേൾക്കുമ്പോഴേ അറിയാം എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന്. ഇനി അറിയാത്തവർക്കായി അതൊന്ന് മനസ്സിലാക്കാനായി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഓനായും ആട്ടിൻകുട്ടിയും. അദ്ദേഹം തന്നെയാണ് ഊൾഫ് എന്ന കഥാപാത്രമായും എത്തുന്നത്. ചന്ദ്രുവായി അഭിനയിക്കുന്നത് ശ്രീ എന്ന നടനാണ്. സസ്പെൻസും ഇന്റൻസിറ്റിയും പിന്നെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ മോറൽ പ്ലേ ഇതിനൊക്കെ ഒപ്പം തികച്ചും അൺകൺവെൻഷണൽ ആയ മിഷ്കിന്റെ സിനിമാറ്റിക് ടെക്നിക്സും ചേർന്ന് തമിഴിൽ ഒരു കൾട്ട് ക്ലാസിക്കായി മാറുകയും പിന്നീട് സിമിലറായ ഒരുപാട് സിനിമകൾക്ക് ഇൻസ്പിറേഷൻ ആവുകയും ചെയ്ത ഒരു മാസ്റ്റർ പീസ് മൂവി തന്നെയാണ് കാണാൻ സാധിക്കുക. നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ ചിത്രമായി പറഞ്ഞ കുറ്റമേ ദണ്ഡനെ പോലെ ദോസ്തോസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെന്റിന്റെ മറ്റൊരു അഡാപ്റ്റേഷൻ എന്നോ റീ ഇമാജിനേഷൻ എന്നൊക്കെ പറയാം ഈ ചിത്രവും. പക്ഷെ ഇവ തമ്മിൽ അല്ലാത്ത പക്ഷം യാതൊരു സാമ്യവുമില്ല. സോ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമയായി മാർക്ക് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ട് കാണുക തന്നെ വേണം. ഇന്ന് നോക്കിയ ഈ 5 ചിത്രങ്ങളും ക്രൈം കാറ്റഗറിയിൽ വരുന്നു എന്നതിനപ്പുറം എല്ലാം തീർത്തും വ്യത്യസ്തമായ സിനിമകൾ തന്നെയാണ്. കാണാത്തവ ചെക്കൗട്ട് ചെയ്യുന്ന പോലെ കണ്ട ചിത്രങ്ങളെ പറ്റിയുള്ള അഭിപ്രായം പറയാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ എത്രയും വേഗം കാണാം. അതുവരെ ബൈ.